ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ ഊണിൻ്റെ കുറച്ച് നല്ല റെസിപ്പികളുമായിട്ടാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി വരാം. അപ്പോൾ ഊണിന് സൈഡ് ഡിഷായിട്ട് ചെയ്യുന്നത് ആദ്യം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞെടുത്തതാണ്. വെണ്ടയ്ക്ക അരിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ അരിഞ്ഞെടുക്കാവേ. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് കുറഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ വെള്ളത്തോട് കൂടിയിട്ടാണ് അരിയുന്നതെങ്കിൽ ഭയങ്കര വഴുവഴുപ്പായിരിക്കും വെണ്ടയ്ക്കയ്ക്ക്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഈ സവാളയൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് ചതച്ചതാണ്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം മുളക് ചതച്ചതില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് മൂപ്പിച്ചെടുക്കാം. അടച്ചു വെക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മൂത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെണ്ടയ്ക്ക എത്രയാണോ മൂപ്പിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം. പാവയ്ക്ക വെച്ചിട്ടുള്ള കറിയാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല ടേസ്റ്റി കറിയാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു സവാള അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. സ്വല്പം ഉലുവാപ്പൊടി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ പാവയ്ക്കക്കറിയുടെ റെസിപ്പി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ ഞാൻ വിശദീകരിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച തേങ്ങ ചേർക്കാം. ഇത് തേങ്ങ മാത്രം അരച്ചെടുത്തതാണ്, അരമുറി തേങ്ങ അരച്ചെടുത്തതാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇനി കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. 5-6 ചുവന്നുള്ളി അരിഞ്ഞതാണ്. 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട, കറി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതിലേക്ക് കടുക് താളിച്ചത് നമുക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നിങ്ങൾ കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. അത് ഒന്നുകൂടെ ഒന്ന് കുറുകിയും കിട്ടുവേ. ഇനി അടുത്ത സൈഡ് ഡിഷ് ഞാൻ ചെയ്യുന്നത് മുട്ട വറുത്തതാണ്. അതിനായിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വിനിഗറും കൂടെ ചേർക്കുക. ഉപ്പും വിനിഗറും ചേർക്കുമ്പോഴേ ഈ മുട്ട പൊട്ടിയും പോകത്തില്ല, ഇതിൻ്റെ തോട് പെട്ടെന്ന് ഇളകിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഈ മുട്ട വെന്ത് വരട്ടെ. അപ്പോൾ മുട്ട വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇത് ഞാൻ കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മുട്ട ഫ്രൈയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഊണ് വിളമ്പാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ചോറ് വിളമ്പാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക കറി ഒഴിച്ചു കൊടുക്കാം. ഇതേ കണ്ടോ, ഇപ്പോൾ ഈ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഒരു മുട്ട ഫ്രൈ ചെയ്തത്, പപ്പടം. ഇത് നല്ല ടേസ്റ്റി ഊണാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.